നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, എനിക്ക് ഭാഗ്യമില്ല, എനിക്കെപ്പോഴും ഇതേ പ്രശ്നങ്ങളാണ്, എൻ്റെ ജീവിതം മാറില്ല. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ വാക്കുകൾ തന്നെ നിങ്ങളുടെ ജീവിതം നിർമ്മിക്കുകയാണോ എന്ന്? ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ഒരു മന്ത്രമല്ല, ഒരു ആചാരമല്ല, ഒരു മതവിശ്വാസവുമല്ല. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ ഇവയൊക്കെ ചേർന്ന് നിങ്ങളെ തേടി ജീവിതം വരുത്തുന്ന ഒരു നിയമമാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നുവോ അതുതന്നെയാണ് നമ്മൾ അറിയാതെ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചിന്തിക്കുന്നത് എന്താണ്? എന്നും അതേ ബുദ്ധിമുട്ട്, പണം പോരാ, ആരും എന്നെ വിലമതിക്കുന്നില്ല. ഈ ചിന്തകൾ ഉണ്ടാക്കുന്നത് കുറഞ്ഞ വൈബ്രേഷനാണ്. ആ വൈബ്രേഷനിലാണ് ജീവിതം പ്രതികരിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ലത് വരുന്നു, എനിക്ക് കഴിവുണ്ട്, എൻ്റെ ജീവിതം പതുക്കെ മാറുകയാണ്, ഇത് പറയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം, അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്ന സ്ഥലം. നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമേ സംഭവിക്കൂ. ഒരുപാട് ആളുകൾ പറയുന്നു, ഞാൻ പോസിറ്റീവ് ചിന്തിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന്. പക്ഷേ സത്യം ഇതാണ്, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പോസിറ്റീവായിരുന്നു, പക്ഷേ ഉള്ളിലെ വിശ്വാസം നെഗറ്റീവായിരുന്നു. ഇത് നടക്കില്ല, എനിക്കിത് പറ്റില്ല, ഇതൊക്കെ മറ്റുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ഇങ്ങനെയുള്ള ആന്തരിക സംഭാഷണമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തടയുന്നത്. വിഷ്വലൈസേഷൻ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്നത് ജീവിതം കാണും. ഒരു നിമിഷം കണ്ണടയ്ക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണൂ. ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കൂ. ഇത് വരും എന്നല്ല, ഇതെന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അനുഭവിക്കൂ. മനസ്സിന് സത്യമെന്നോ കള്ളമെന്നോ തിരിച്ചറിയാനാവില്ല. നിങ്ങൾ ആവർത്തിച്ച് മനസ്സിൽ കാണുന്ന ചിത്രമാണ് അത് ജീവിതത്തിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ സമയത്തിന്റെ ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു നല്ല ചിന്ത, സ്വയം കുറ്റപ്പെടുത്തൽ കുറയ്ക്കുക, നന്ദി പറയാൻ ഒരു 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത്രമാത്രം ചെയ്താലും നിങ്ങളുടെ വൈബ്രേഷൻ മാറും. ഓർമ്മിക്കുക, നിങ്ങൾ ക്ഷീണിച്ച വീട്ടമ്മയാണെങ്കിൽ പോലും, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങൾ അർഹിക്കുന്ന ജീവിതം നിങ്ങളെ തേടിയാണ് വരുന്നത്. നിങ്ങൾ അതിന് തയ്യാറായാൽ മാത്രം മതി. ഇന്നു മുതൽ ചോദിക്കൂ, ഞാൻ എന്താണ് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്? എൻ്റെ ചിന്തകൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടോ? കാരണം നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റം വരുത്താതെ പോകില്ല. മാനിഫെസ്റ്റ് വിത്ത് അവെയർനെസ്, മാനിഫെസ്റ്റ് വിത്ത് ബിലീഫ്, മാനിഫെസ്റ്റ് വിത്ത് ലവ്. നിങ്ങൾ കരഞ്ഞ രാത്രികൾ യൂണിവേഴ്സ് ഒരിക്കലും മറന്നിട്ടില്ല. നിങ്ങൾക്കെല്ലാം സഹിക്കേണ്ടി വന്നത് ശിക്ഷയല്ല, അതൊരു തയ്യാറെടുപ്പായിരുന്നു. നിങ്ങളുടെ ആത്മാവ് ഇതുവരെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ജീവിതവും നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങൾ ചോദിച്ചതെല്ലാം വൈകിട്ടില്ല, അത് ശരിയായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ തളർന്നത് പരാജയം കൊണ്ടല്ല, നിങ്ങൾക്ക് അധിക ശക്തിയുള്ളത് കൊണ്ടാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന നിമിഷം മുതൽ യൂണിവേഴ്സ് നിങ്ങളുടെ പക്ഷത്തേക്ക് തിരിയും. നിങ്ങൾ അനുഭവിച്ച എല്ലാ നിഷേധങ്ങളും ഇന്ന് നിങ്ങളെ ഉയർത്താനായാണ് വന്നത്. നിങ്ങൾക്ക് ഇനിയും തുടങ്ങാനുണ്ട്, കാരണം നിങ്ങളുടെ ജീവിതം ഇതുവരെ തീർന്നിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറയുന്നത് കേൾക്കൂ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും സ്പർശിച്ചെങ്കിൽ അത് യാദൃശ്ചികമല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടത് നിങ്ങളുടെ ആത്മാവ് മാറ്റത്തിന് തയ്യാറായതിനാലാണ്. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ, ഞാൻ മാറ്റം സ്വീകരിക്കുന്നു. ഈ വീഡിയോ സേവ് ചെയ്യൂ, നിങ്ങൾ വീണ്ടും തളരുന്ന ദിവസങ്ങൾക്ക് വേണ്ടി. സബ്സ്ക്രൈബ് ചെയ്യൂ മാനിഫെസ്റ്റ് വിത്ത് ശ്രീജി, കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും.